ഈ വസ്വാസിന് പല ആളുകളും എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്ന് അന്വേഷിച്ച് നടക്കാറുണ്ട്. പല ആളുകൾക്കും വസ്വാസിനുള്ള പരിഹാരങ്ങൾ പലപ്പോഴും അറിയാറില്ല. കാരണം അസുഖം അനുഭവിച്ച് ഒരുപാട് പ്രയാസം അനുഭവിച്ച് നടക്കാറുണ്ട്. പക്ഷെ പലരും സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയാണ് അവലംബിക്കാറുള്ളത്. അതിൻ്റെ കൂടെ ആത്മീയ ചികിത്സയും തേടിയിട്ട് ചില ആളുകളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഏതിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ ഒരാൾക്ക് തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാൻസർ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമാണെങ്കിൽ ഏതൊരാൾക്കും എവിടെ പോകണം, ഏത് ഡോക്ടറെ കാണിക്കണം, എങ്ങനെയാണ് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ വസ്വാസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾക്ക് തന്നെ, OCD അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് വസ്വാസാണ് എന്നത്, ഇതൊരു രോഗമാണ് എന്നത് തന്നെ കാലങ്ങൾ കഴിഞ്ഞാലേ മനസ്സിലാവുക. അതെ, തിരിച്ചറിയാൻ വൈകിപ്പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്ക സമയത്ത് ഇത് രോഗമാണെന്ന് മനസ്സിലാവില്ല. പല ആളുകളും ചിന്തിച്ചിട്ടുള്ളത് ഇത് ഭയങ്കര ഒരു സൂക്ഷ്മതയാണ്, തെക്കുവയാണ്, ഇതെന്തോ ഒരു വലിയ സൂക്ഷ്മതയുടെ ലോകമാണ്. കാരണം പിന്നെ വൃത്തിയുടെ വിഷയത്തിൽ ഭയങ്കര സൂക്ഷ്മത, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഭയങ്കര സൂക്ഷ്മത, നിസ്കാരം പിന്നെ ഓതിയത് തന്നെ പിന്നെയും ഓതിക്കൊണ്ടിരിക്കുക, അതുപോലെ പല വിഷയത്തിലും അങ്ങനെ ഭയങ്കര സൂക്ഷ്മത എന്നാണ് പ്രഥമ ദൃഷ്ട്യ ഇത് നമുക്ക് തോന്നുക. സത്യത്തിൽ ഇതൊരിക്കലും ഒരു സൂക്ഷ്മതയല്ല, ഒരു തെക്കുവയുടെ ഭാഗമല്ല, ഒന്നുമല്ല. പിന്നെ ഇതെന്താണ്? ഇത് തനിച്ച ശൈത്താനീയത്താണ്, അഥവാ ഇത് പൈശാചികമായ ദുർബോധനമാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ പൈശാചിക ദുർബോധനം എന്ന് പറയുമ്പോഴേക്ക് ഷെയ്ത്താൻ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് കളിക്കുകയാണ് എന്ന് ചിന്തിക്കണ്ട. അങ്ങനെയല്ല ഈ പറഞ്ഞതിനർത്ഥം. ഇത് ഷെയ്ത്താൻ്റെ ഭാഗത്ത് നിന്നുള്ള ദുർബോധനമാണ്, അഥവാ ഷെയ്ത്താൻ ശരീരത്തിൽ കയറി അപ്പോൾ മന്ത്രിക്കുമ്പോഴേക്ക് ഇളകും എന്ന ശൈലിയിലല്ല, മറിച്ച് ഇതൊരു പൈശാചികമായ ദുർബോധനമാണ്. അപ്പോൾ ഈ ഒരു ദുർബോധനങ്ങളെ, അഥവാ ആവർത്തിച്ച് വരുന്ന, നിരന്തരമായി വരുന്ന, അനിയന്ത്രിതമായി വരുന്ന ഈ ചിന്തകൾ, ഇത്തരം വിഷയങ്ങളെ എങ്ങനെയാണ് ഒരാൾ ഇനി കൈകാര്യം ചെയ്യേണ്ടത്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്? അതിൽ പല ആളുകളും ഫസ്റ്റായിട്ട് പറയാനുള്ളൊരു കാര്യമാണെന്ത്, ഒന്നാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കാമെന്നാണ്. സൈക്കാട്രിസ്റ്റ് അഥവാ അലോപ്പതിയിൽ നമുക്ക് പിന്നെ എന്താ പറയുക, സൈക്കാട്രിസ്റ്റ് ഉണ്ട്, അവരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം, വിരോധമൊന്നുമില്ല. മെഡിസിൻ നമുക്ക് നിർദ്ദേശിക്കാറുണ്ട്. നല്ല പ്രഗത്ഭരായ എത്രയോ ഡോക്ടർമാർ കേരളത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട്, അല്ലാതെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം വിഷയത്തിന് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആദ്യ ഘട്ടത്തിൽ തന്നെ നേരെ പോയിട്ട് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിക്കലല്ല അതിൻ്റെ ഉചിതം. അതേസമയം ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കേണ്ട ഒരു ഘട്ടമാണോ, മെഡിസിൻ എടുക്കേണ്ടി വരും. പക്ഷെ ആദ്യം തന്നെ പോയിട്ട് മെഡിസിൻ എടുത്ത് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരുത്താതിരിക്കലാണ് നല്ലത്. കാരണം ഈ അലോപ്പതിക്കാർ അഥവാ സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ മരുന്നിന് അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. മരുന്ന് കഴിക്കുമ്പോൾ പല ആളുകളും, ഇപ്പോൾ നമ്മളെ പിന്നെ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പല ആളുകളും പറയാറുണ്ട്, ഉസ്താദ് നമ്മൾ പിന്നെ മെഡിസിൻ എടുക്കുന്നുണ്ട്, ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണ്, പക്ഷെ അതിൻ്റേതായ ഭയങ്കര ക്ഷീണമുണ്ട്. രാത്രി സമയത്തൊക്കെ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ പറ്റൂല, അല്ലെങ്കിൽ രാവിലെ സമയത്തൊക്കെ കഴിച്ചാൽ പിന്നെ ഒരു ഉറക്കച്ചടവ് എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കത്തിൻ്റെ മൂഡ് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിട്ടുമാറൂല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ പല ആളുകളും പങ്കുവെക്കാറുണ്ട്. പിന്നെയും ഈ പിന്നെ എന്താ പറയുക, സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്ന് കൊണ്ട് അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളുണ്ട്. ചിന്തകളൊക്കെ ചിലപ്പോൾ കുറഞ്ഞേക്കാം. കാരണം ഞരമ്പുകളെ ചിലപ്പോൾ ഈ ഓവറായിട്ട് ചിന്തകളൊക്കെ വരുന്ന ഞരമ്പുകളെ തളർത്തിക്കളയാണ്. പക്ഷെ ആ തളർത്തിക്കളയിൽ കൊണ്ട് കേവലം ചിന്ത മാത്രമേ കൊള്ളുന്നില്ല, ഈ ക്ലൈൻറ്റ് അല്ലെങ്കിൽ ഈ പിന്നെ വസ്വാസം അനുഭവിക്കുന്ന വ്യക്തിനെ ചിലപ്പോൾ തളർന്നു പോകുന്ന ഘട്ടമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കേസുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ മെഡിസിൻ എടുത്തിട്ട് അമിത വണ്ണം വരുന്നവരുണ്ട്, ചില ആളുകൾ ഓവർ തടിയുള്ളത് കുറഞ്ഞു പോവാറുണ്ട്, ചില ആളുകൾക്ക് ഉറക്കം കൂടും, ചിലത് ഉറക്കം ഉള്ളത് നഷ്ടപ്പെടും എന്ന പോലെ അതുമായി അനുബന്ധമായിട്ട് കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഞാനിത് വീണ്ടും പറയാണ്, മെഡിസിൻ കഴിക്കേണ്ട ചില ഘട്ടങ്ങളാണെങ്കിൽ കഴിക്കൽ നിർബന്ധമാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ OCD പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡറുകളോ മറ്റുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേക്ക് അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ മെഡിസിൻ എടുക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പം മെഡിസിൻ ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കേസിന് മെഡിസിൻ തന്നെ കൊടുത്തൊരു ശരീരം എന്തിനാണ് നമ്മൾ വെറുതെ കേടുവരുത്തുന്നത്? അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി പിന്നെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അലോപ്പതി എന്നുള്ളത് ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മെഡിസിൻ സിസ്റ്റമാണ്, അഥവാ പ്രധാനപ്പെട്ട നമ്മുടെ മെഡിക്കൽ ബോർഡാണ്. ഇനി ചില ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആൾട്ടർനേറ്റീവ് മെഡിസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആയുർവേദമോ യുനാനിയോ അല്ലെങ്കിൽ ഹോമിയോ തുടങ്ങി അതിൻ്റെ ആൾട്ടർനേറ്റീവായ മെഡിസിൻ.
അങ്ങനെയും ചെയ്യാം. പക്ഷേ അവിടെയും പറയാനുള്ളൊരു കാര്യം, ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ മെഡിസിൻ ഉപയോഗിക്കരുത് എന്നാണ് ഒരു അപേക്ഷ. പിന്നെ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന് പരിഹാരം? പിന്നെ അടുത്ത ഒരു ഘട്ടത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൈക്കോളജിസ്റ്റ്, ഇഷ്ടംപോലെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഈ സൈക്കോളജിസ്റ്റിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം, അവരുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചോദിക്കാം, അവരുടെ കൺസൾട്ടിങ് നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്തും സാധാരണ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല തെറാപ്പികളും അല്ലെങ്കിൽ കൺസൾട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. അതേസമയം ഈ വസ്വാസ് അല്ലെങ്കിൽ ഈ OCD എന്ന് പറയുന്നത് റിലീജിയസ് OCD ഉണ്ട്, അഥവാ മതപരമായ ടച്ചുള്ള കണ്ടന്റുള്ള OCDകൾ. ഇസ്ലാമിനെ ബിലീവ് ചെയ്യുന്ന ആളുകൾക്ക് അതെ, അവരുടെ മതാചാരങ്ങളിൽ ഉണ്ടാകുന്ന വസ്വാസുകൾ. യെസ്, അതെ. അത്തരം ആളുകൾക്ക് ചിലപ്പോൾ സൈക്കോളജിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. എന്തുകൊണ്ട്? അവർ മോശക്കാരായതുകൊണ്ടല്ല കേട്ടോ, അഥവാ സൈക്കോളജിസ്റ്റ് മോശക്കാരായതുകൊണ്ടല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. സൈക്കോളജിസ്റ്റ് അവർ ബ്രില്യൻ്റ് ആയിരിക്കും, ഭയങ്കര കഴിവുള്ള ആളുകളായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. പക്ഷേ റിലീജിയസ് OCD എന്ന് പറയുന്നത് പലപ്പോഴും ഈ സൈക്കോളജിസ്റ്റിനെ അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാൾക്ക് ഫർള് കുളി അത് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഒരു പക്ഷേ സൈക്കോളജിസ്റ്റിൻ്റെ പോയിട്ട് അവിടെ ചോദിക്കുമ്പോൾ അവർ പറയും അതൊരു പ്രശ്നമല്ല, അത് വിഷയമാക്കണ്ട, അത് പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞാൽ, ഈ പ്രശ്നമാക്കണ്ട എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷനാണ് ഇസ്ലാമിലുള്ളത്, മതപരമായിട്ടുള്ളത്? അപ്പം മതപരമായിട്ട് ഇയാൾക്ക് എന്തില്ല, അത് പറയാനുള്ള യോഗ്യത അല്ല, പിന്നെ ഇയാൾ എന്തിനാണ് പറയണത്? അപ്പം ഈ ചിന്തയാണ് പലപ്പോഴും വരാറുള്ളത്. എന്ന പോലെ തന്നെ ഇപ്പം നിസ്കാരത്തിൻ്റെ വിഷയം അല്ല ഇബാദത്തിൻ്റെ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണ മറ്റുള്ള സൈക്കോളജിസ്റ്റ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഉസ്താദ് പറയുന്ന പോയിന്റ് തന്നെ ആയിരിക്കാം സൈക്കോളജിസ്റ്റ് പറയുന്നത്. പക്ഷെ എന്നാലും അവർക്കത് പറയാൻ അവരുടെ വേഷമോ അല്ലെങ്കിൽ അവരുടെ ശൈലിയോ അവർക്ക് പിന്നെ മതപരമായ വിഷയത്തിലുള്ള അജ്ഞതയോ അത് യഥാർത്ഥത്തിൽ ഈ ക്ലൈൻറ്റ് മനസ്സിലാക്കുകയും അവരത് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമല്ല എന്നൊരു തോന്നൽ. അപ്പോൾ ഈ ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ലായ്മ തന്നെ ഈ വിഷയത്തിന് അഥവാ ഈ വസ്വാസിന് OCDക്ക് ഒരു പരിഹാരമായി അയാളടുത്തേക്ക് പോകാൻ പറ്റൂല എന്നാ. പക്ഷേ ഈ മറ്റേ OCD അല്ലെങ്കിൽ വസ്വാസ് അനുഭവിക്കുന്നവർക്ക് മതപരമായിട്ടുള്ള അറിവുള്ളവർക്ക് മാത്രം പോയിട്ടും കാര്യമല്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ്, എന്നാൽ പിന്നെ ഇനി എവിടെ പോകണം? അപ്പോൾ നമ്മൾ 3 പോയിന്റുകൾ പറഞ്ഞു. ഒന്ന്, അലോപ്പതി അഥവാ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവാം അത്യാവശ്യമാണെങ്കിൽ. അതല്ലെങ്കിൽ നമ്മൾ ആൾട്ടർനേറ്റീവ് മെഡിസിൻ, ഈ സൈക്കാട്രിസ്റ്റ് അല്ലാത്ത ആയുർവേദം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതാണെങ്കിൽ. മറ്റൊന്ന് സൈക്കോളജിസ്റ്റിനെ പറഞ്ഞു. സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും വ്യത്യസ്തപ്പെടുന്നത് എവിടെ? പല ആളുകൾക്കും അതും അറിയില്ല. അതായത് സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ മെഡിസിൻ കൊടുക്കുന്ന ആളാണ്, സൈക്കോളജിസ്റ്റ് മെഡിസിൻ കൊടുക്കുന്ന ആളല്ല, പിന്നെ കൗൺസിലിംഗ് കൊടുക്കുന്ന ആളാണ്. ഇത് രണ്ടായിട്ട് മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോൾ ചോദിച്ച ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതെന്താ? ഇങ്ങനെ വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾ നോർമൽ സാധാരണ ഒരു ഉസ്താദുമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മസ്അല ചോദിച്ചാൽ അത് തീരാവുന്ന കേസാണോ? അത് പലപ്പോഴും ഗുണത്തിലേറെ ദോഷം ചെയ്യുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഇഷ്ടംപോലെ കേസുകൾ അതുപോലത്തെ വിഷയങ്ങൾ പറയാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് തോന്നുകയാണ് ഈ മുറ്റത്ത് പിന്നെ എന്താണ് സിറ്റ് ഔട്ടിൽ എന്തോ ഒരു കാലടയാളം കണ്ടു, നേരം വെളുത്ത് എണീക്കുന്ന സമയത്ത് ഒരു കാലടയാളം കണ്ടു. അപ്പോൾ ഇത് നായൻ്റേതാണോ പൂച്ചൻ്റേതാണോ ഒന്നും അറിയില്ല, എന്തോ ഒരു അടയാളം പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് വലുതാണോ ചെറുതാണോ? വലുതാണ്. സാധാരണ ആൾക്കാർ പറയാറുള്ളത് എന്താ, ഇത് വലിയ കാലടയാളാണ്, അതുകൊണ്ട് ഇതിപ്പോൾ പട്ടിയുടേതാവാം. പക്ഷേ ഇന്നൊക്കെ ഈ പേർഷ്യൻ ക്യാറ്റ് പോലെയുള്ള പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഈ കാലടയാളൊക്കെ വലുതായിരിക്കും. അപ്പോൾ ഇത് ഏത് കാലാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വസ്വാസ് ഉള്ളൊരു വ്യക്തികളാണ് ഇവിടെ കുടുങ്ങിപ്പോകുന്നത്. എങ്ങനെയെന്നറിയോ? അവരിത് നേരെ ആദ്യം തന്നെ അവർ തീരുമാനിക്കും, എന്ത്, ഇത് പട്ടിയുടേതാണെന്ന് തീരുമാനിക്കും. അപ്പോൾ ഒരു ഉസ്താദിനെ വിളിക്കാണ്. അപ്പോൾ നാട്ടിലുള്ള ഉസ്താദ്മാരെ വിളിക്കുമ്പോൾ ചോദിക്കണം, ഉസ്താദ് എൻ്റെ സിറ്റ് ഔട്ടിൽ പട്ടിയുടെ കാൽപ്പാട് കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എന്താ ചെയ്തു? ഇവിടെ ഈ കാൽപ്പാട് പട്ടിയുടേതാണ് എന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് ഉസ്താദിനെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഉസ്താദിനോട് വേറെ ഒരു ഓപ്ഷനൊന്നുമില്ല. കാരണം ഉസ്താദിൻ്റെ അടുത്ത് മസാല വന്നത് പട്ടിയുടെ കാൽപ്പാട് കണ്ടു, എന്ത് ചെയ്യണം? അപ്പോൾ നോർമലി ഒരു ഉസ്താദ് എന്ത് പറയും?
അത് 7 പ്രാവശ്യം കഴുകണം, ഒരു തവണ മണ്ണിട്ട് കഴുകണം. ഓക്കെ, ശരി, കട്ട് ചെയ്തു. അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞപ്പോഴാണ് ഇനി അടുത്ത പ്രശ്നം. ഈ കഴുകിയ സമയത്ത് ഈ വെള്ളം എൻ്റെ കാലിലേക്ക് തെറിച്ചിരുന്നു, ആ കാലുകൊണ്ട് ഞാൻ അകത്തുകൂടെ നടന്നിട്ടുണ്ട്, ഇത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ടെൻഷൻ. അപ്പം ഇനിയിതിപ്പോൾ എന്താ ചെയ്യുക? ഈ ഉസ്താദിനോട് തന്നെ ചോദിക്കണോ? ഇനിയിപ്പോൾ ഈ ഉസ്താദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കൂലേ? അപ്പോൾ അത് അടുത്ത നമ്പർ എടുക്കുന്നു, അടുത്ത ഉസ്താദിനോട് ചോദിക്കുന്നു. അപ്പോൾ ഉസ്താദിനോട് ചോദിക്കുന്ന രീതി എങ്ങനെയാണെന്നറിയോ? ഉസ്താദെ, ഞാൻ പട്ടി കയറിയ സ്ഥലത്ത് ഞാൻ ഒന്ന് വൃത്തിയാക്കി, അപ്പോൾ ആ വെള്ളമൊക്കെ എൻ്റെ കാലിലേക്ക് മറ്റൊക്കെ തെറിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ എല്ലായിടത്തും നടന്നു, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദിക്കുന്ന വ്യക്തി വസ്വാസുള്ള ആളാണോ അല്ലേ എന്നൊന്നും ഉസ്താദിന് അറിയില്ല. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പിന്നെ വസ്വാസുള്ള വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്ത ഒരാളും ആയിരിക്കാം. എന്നാൽ വസ്വാസുള്ള ആളാണ് വിളിക്കുന്നത് എന്ന് വിളിക്കുന്ന ആളും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവിക ഉസ്താദ് പറയും, അത് സൂക്ഷ്മതക്ക് നല്ലത്, സൂക്ഷ്മതക്ക് നല്ലത് അതൊന്ന് കഴുകി കിട്ടുമെന്ന് പറയും. ഈ കഴുകാൻ വേണ്ടി വീണ്ടും ആള് ഒരുങ്ങാണ്. അത് കഴുകിയപ്പോഴാണ്, അപ്പോൾ ആ കഴുകിയ സമയത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ തെറിച്ചു, അല്ലെങ്കിൽ ഈ പോയ വഴികൾ കഴുകണം, ഇതൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഇവിടെ ഒരു ഉസ്താദിൻ്റെ കുറ്റാണോ? അല്ലല്ല, ഉസ്താദിൻ്റെ കുറ്റമല്ല. ഇവർ വസ്വാസുകാരാണെന്ന് പറഞ്ഞിട്ടുമില്ല, ഉസ്താദ് അത് ചോദിച്ചിട്ടില്ല. കാരണം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെ വസ്വാസുകാർ കോൺടാക്ട് ചെയ്യാത്തത് കൊണ്ട് വല്ലാണ്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഉസ്താദുമാരോട് ചോദിച്ചാലും പലപ്പോഴും പെട്ടുപോകാറുണ്ട്. അത് ഉസ്താദുമാരുടെ കുറ്റമല്ല, ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ വസ്വാസുമായി ബന്ധപ്പെട്ട ആഴത്തിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ പറയുന്ന ആളുകൾ അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ടൊക്കെ പലതുകൊണ്ടായിരിക്കും. അല്ല, ഉസ്താദുമാരുടെ കുറ്റമായിട്ട് പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആരെ കാണണം? അതാണ് പിന്നെ അടുത്ത ചോദ്യം അല്ലേ? നമുക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ പിന്നെ ആരെയാണ് ഇത്തരം വിഷയത്തിൽ കാണേണ്ടത്? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇത്തരം ഒരു മതപരമായ വീക്ഷണങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ഒരു ഉസ്താദായിരിക്കണം. പക്ഷേ കേവലം ഒരു ഉസ്താദായാൽ പോരാ, പിന്നെ എന്തും കൂടെ വേണം. ആള് സൈക്കോളജി അഥവാ മനഃശാസ്ത്രപരമായിട്ട് അത്യാവശ്യം അറിവുള്ള ആളുമായിരിക്കണം. അപ്പോൾ ഉസ്താദ് മതപരമായിട്ട് വീക്ഷണം അറിയണം, അതോടൊപ്പം തന്നെ എന്തും കൂടെ വേണം, പിന്നെ ഈ സൈക്കോളജി മനഃശാസ്ത്രപരമായിട്ട് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അറിയണം, വസ്വാസ് എന്ന് പറയുന്ന വിഷയത്തിൽ നന്നായി പരിജ്ഞാനം ഉണ്ടാവണം. വസ്വാസുകാരുടെ അവസ്ഥകളും ചോദ്യങ്ങളും അവരുടെ അവസ്ഥകളെയും കൃത്യമായിട്ട് അറിയണം. അത്തരം ഒരാളോടാണ് ചോദിക്കുന്നത് എങ്കിൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ വസ്വാസിൻ്റെ വിഷയത്തിന് കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവിടെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എങ്ങനെ എങ്കിൽ പിന്നെ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ അഗാധമായിട്ട് എനിക്കറിയുന്ന ഒരാളാണ് ഞാൻ എന്ന് ഒരു സ്വയം അവകാശപ്പെടുന്നൊരു ശൈലി, അതൊരു അഹങ്കാരത്തിൻ്റെ ശൈലിയാണ്. ആ അർത്ഥത്തിനല്ല. പക്ഷേ കുറച്ച് കാലമൊക്കെ നമ്മൾ ഓതിപ്പടിച്ചു, ഉസ്താദുമാരുടെ കീഴിൽ നമ്മൾ ഓതിപ്പടിക്കുകയും അതൊക്കെ ചെയ്തു. എന്നാൽ വസ്വാസിൻ്റെ വിഷയത്തിൽ ഏകദേശം 5-8 വർഷത്തോളമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടതുകൊണ്ട് ഒരുപാട് കാലം അവരുമായിട്ട് നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്തത് കൊണ്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിലൂടെ നമ്മൾ പഠിച്ച വിഷയങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു വ്യക്തി നമ്മളോട് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ, അഥവാ നേരം വെളുത്ത സമയത്ത് ഒരു സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പട്ടിയുടെ കാല് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്, അതിൽ പട്ടിക്കാല് കണ്ടു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒറ്റയടിക്കൊരു മറുപടി കൊടുക്കൂല. തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യം, അത് പട്ടിയുടെ കാലാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ അവർ പറയും, ഉസ്താദേ അത് അത്യാവശ്യം വലിയൊരു കാലാണ്, കാൽപ്പാട് അങ്ങനെയാണ് എന്ന പോലെ എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഉടനെ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് വലിയ കാലാണെന്ന് വെച്ചിട്ട് ആ കണ്ടത് വലിയ കാലിൻ്റെ അടയാളാണ് എന്ന് കരുതിയിട്ട് അത് പട്ടിയുടെ കാലാണ് എന്ന് എങ്ങനെ മനസ്സിലായി? വലിയ കാലിൻ്റെ അടയാളാണ്, അത് ചിലപ്പോൾ ആടായിക്കൂടെ, വേറെ ഏതെങ്കിലും ജീവി ആയിക്കൂടെ, സാധ്യത ഉണ്ട്. അതെ, സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കി? അല്ല, അത് പട്ടി വരാൻ തന്നെയാണല്ലോ സാധ്യത. ഉണ്ടോ, പട്ടി വരാൻ തന്നെയാണല്ലോ സാധ്യത, എന്തില്ല, ഉറപ്പില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തന്നെ ആ ചോദ്യം മുറിഞ്ഞു. അപ്പോൾ അത് കഴുകണോ വേണ്ടേ? കഴുകണ്ട. അപ്പോൾ അഥവാ പട്ടിയാണെങ്കിലോ, ഇനി പിന്നെ അടുത്ത ചോദ്യം അതായിരിക്കും, അഥവാ പട്ടിയുടെ കാലാണെങ്കിലോ? ആണെങ്കിൽ ആയിക്കോട്ടെ, അതിനെന്താ നമുക്ക് കുഴപ്പം? കാരണം നമ്മൾ കാണാത്തതിൻ്റെ പിന്നാലെ പോകണ്ട. ഇസ്ലാം പറഞ്ഞത് നമുക്ക് ഉറപ്പുള്ളതിൻ്റെ പിന്നാലെ പോകാനേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈ സിറ്റ് ഔട്ടിൽ കഴുകണ്ടെന്നാണോ? അതേ, കഴുകണ്ട. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇസ്ലാം ഒരു റിജിഡ് റൂൾസുകളാണ്. അങ്ങനെ ഒരിക്കലുമല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വസ്വാസ് അനുഭവിക്കുന്ന ആൾക്കാർ പലപ്പോഴും എന്നോട് പറഞ്ഞിന്, ഉസ്താദ് ഇതിപ്പോൾ നമ്മൾ ഇസ്ലാമിലല്ലായിരുന്നുവെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ, ഇസ്ലാമിലായി പോയത് കൊണ്ടാണല്ലോ ഇത്രയൊക്കെ പ്രയാസം എന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. പക്ഷെ അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിൽ നിങ്ങൾ മാത്രമല്ലല്ലോ,
നമ്മളൊക്കെ ഇസ്ലാമിലില്ല, കോടാനുകോടി മനുഷ്യന്മാർ ഇസ്ലാമിലുണ്ട്. എന്തേ അവർക്കാർക്കും ഇതിന് പ്രയാസമായി തോന്നാത്തത്? അപ്പൊ ഇസ്ലാമിലുള്ള നിയമങ്ങൾ എന്തല്ല, പിന്നെ ഭയങ്കര പ്രയാസമുള്ള, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭയങ്കര പ്രയാസമുള്ള ഒരു നിയമം അല്ലേ അല്ല. പിന്നെയോ ഈ പ്രയാസം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അദ്ദീനു യുസ്റുൻ, അള്ളാഹുവിൻ്റെ ദീന്, പരിശുദ്ധമായ ദീന് അത് എളുപ്പമാണ്, ഒരിക്കലും അതൊരു പ്രയാസമുള്ള സംഭവമല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ, അതുപോലെ ഇത്തരം നിയമങ്ങളൊന്നും എന്തില്ല, അത് ഭയങ്കര കർശനമായിട്ട് എടങ്ങാറാകുന്ന, ബുദ്ധിമുട്ടിക്കുന്ന നിയമങ്ങൾ അല്ലേ അല്ല. അദ്ദീനു യുസ്റുൻ, വളരെ എളുപ്പമാണ്. ഒരു നിയമം അല്ലെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. മടിയന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ അങ്ങനല്ല. നോർമലി ചിന്തിച്ചാൽ ഒരു പ്രയാസവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളോട് വ്യതിചലിക്കാത്ത രൂപത്തിലുള്ള അതെ ഒരു ഇസ്ലാമിക ആശയങ്ങളാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രയാസം സൃഷ്ടിക്കുന്നതല്ലേ അല്ല എന്ന് ചുരുക്കം. എന്നിട്ട് പറഞ്ഞു വമൻ ശദ്ദദ അലാ നഫ്സിഹി ശദ്ദദല്ലാഹു അലൈഹി. അതൊരു എന്താ പറയുന്നത് വെച്ചാൽ നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു പോയിന്റാണത്. വമൻ ശദ്ദദ അലാ നഫ്സിഹി ശദ്ദദല്ലാഹു അലൈഹി. അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ വളരെ എളുപ്പമുള്ളതാണ്, പക്ഷെ ആരെങ്കിലും സ്വന്തം ശരീരത്തോട് അത് വലിയ കഠിനമായി കാണിച്ചാൽ അവർ ഭയങ്കര കാഠിന്യമുള്ളതാക്കി, എന്നാൽ അള്ളാഹു താല അവരുടെ മേലിൽ കാഠിന്യമാക്കുന്നു. യഥാർത്ഥത്തിൽ ബേസിക്കലി എന്തല്ല, അത് ഭയങ്കര ഇടങ്ങേറ് പിടിച്ച ഒരു മതനിയമങ്ങളോ ശൈലിയോ അല്ല. പക്ഷെ ആരെങ്കിലും സ്വന്തം ശരീരത്തിന് ഭയങ്കര ഇടങ്ങേറുള്ളതാക്കി കഴിഞ്ഞാൽ അള്ളാഹു താല അത് ഇടങ്ങേറാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ അത് ഒരാളാക്കി എടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ നേരം പുലരുന്ന സമയത്ത് ഇതുപോലെ കാൽപ്പാടുകൾ കണ്ട് എന്നോട് വിളിച്ചു ചോദിക്കുകയാണ് ഇതിപ്പോൾ എന്തിൻ്റെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത്, ഉടനെ ചോദിക്കുന്ന ചോദ്യം ഇത് പട്ടിയുടേതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ അതിന് മറുപടി ഇല്ല. അപ്പോൾ ഉറപ്പിൻ്റെ പിന്നാലെ പോയാൽ മതി, സംശയങ്ങളുടെ സാധ്യതകളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, മതപരമായിട്ട് അറിവ് വേണം. രണ്ടാമത്തെ ഒരു കാര്യം, അതിന് ആളുടെ ചോദ്യങ്ങളെയും മറ്റും മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. അപ്പോൾ അത് വസ്വാസാണ് അല്ലെങ്കിൽ വസ്വാസുമായി ബന്ധപ്പെടുമ്പോഴേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കാണിക്കേണ്ടത് ആരെ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് മതപരമായിട്ട് അറിയുകയും സൈക്കോളജി അഥവാ മനഃശാസ്ത്രം അറിയുകയും പ്ലസ് വസ്വാസിനെ കുറിച്ച് നന്നായിട്ട് അറിയുകയും ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ അവരുടെ അടുത്താണ് കൺസൾട്ടിങ്ങിന് ചെല്ലുന്നതെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഈ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം കിട്ടാനുള്ള ഒരു വഴിയുണ്ട്. അതാണ് ശരിക്കുള്ള പരിഹാരം, അതാണ് ഇതിൻ്റെ ശരിയായ പരിഹാരം എന്ന് പറയുന്നത്. അതേസമയം ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് എല്ലാത്തിനും പരിഹാരം, അതൊരു വസ്വാസിന് മാത്രമൊന്നുമല്ല. വസ്വാസിന് പരിഹാരമാണ്, മാനസിക അസ്വസ്ഥതകൾക്ക് പരിഹാരമാണ്, അതുപോലെ സിഹിർ ശൈത്താനിയത്തിന്, അതുപോലെ മറ്റുള്ള ഒരു മനുഷ്യൻ്റെ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് എന്ത്? ആത്മീയ ചികിത്സ എന്നുള്ളത്. അപ്പോൾ അതിന് പോകുന്നതിന് വിരോധമല്ല, പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആത്മീയ ചികിത്സ എന്നുള്ളത് ഒന്ന് തട്ടിപ്പിൽ പോകാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ ചെന്നിട്ട് തട്ടിപ്പുകൾ നടത്തുന്ന ആൾക്കാരുണ്ട്. പുതിയ കാലഘട്ടത്ത് ദൈനംദിനമായിട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തട്ടിപ്പ്, ആത്മീയ തട്ടിപ്പ് എന്നാണ്. അങ്ങനെ ആത്മീയ തട്ടിപ്പിനെയല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കള്ളത്തൊരീക്കത്തിൻ്റെ പേരിലോ തോന്നിവാസത്തിൻ്റെ പേരിലോ ചെയ്യുന്ന അതിനെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതേസമയം ശരിയായ രൂപത്തിൽ ഇസ്ലാമികപരമായിട്ട് ആത്മീയ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ടോ അവരടുത്ത് പോവാം, യാതൊരു വിരോധവുമില്ല. അങ്ങനെ ആത്മീയ ചികിത്സകൾ ചെയ്യാം. പ്രത്യേകിച്ച് ഈ വിഷയത്തിന് പൈശാചികമായ ദുർബോധനങ്ങളുടെ ഒരു പങ്കുള്ളത് കൊണ്ട് അതിനെ എഫക്റ്റ് ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കും. അതേസമയം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താ? ആത്മീയ ചികിത്സ നടത്തുന്ന സമയത്തും ഈ കൗൺസിലിംഗ് എന്നത് നിർബന്ധമായിരിക്കും. എന്തുകൊണ്ട്? ഇതുപോലത്തെ ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓവറായിട്ട് വരുന്ന ഈ ഓവർ ചിന്തകൾ വരാതിരിക്കാനാണ് ഇത്തരം വിഷയങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ അജ്ഞത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും മന്ത്രിച്ചൂതിയതിൻ്റെ പേരിൽ നമുക്ക് അജ്ഞത മാറ്റാൻ പറ്റൂല, അല്ലേ? അപ്പോൾ അജ്ഞത മാറണമെങ്കിൽ അത് പഠിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ശരിയായ അവയർനെസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മതപരമായും സൈക്കോളജിക്കലായിട്ടും അതുപോലെ വസ്വാസന കൃത്യമായി അറിയുന്ന ഒരു കൗൺസിലറെ സമീപിക്കൽ നിർബന്ധമാണ്. അതും കൂടെ ഉണ്ടാകുമ്പോൾ ആത്മീയ ചികിത്സകൾ നടത്തുന്നവർക്ക് നടത്താം, അത് വിരോധമൊന്നുമില്ല. അത് നമ്മളൊക്കെ ചെയ്യുന്നവർ തന്നെയാണ്, അതിനെ ഒരിക്കലും എതിർക്കൂല. പക്ഷേ
അതോടുകൂടെ കൃത്യമായിട്ട് കൗൺസിലിംഗ് വേണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അങ്ങനെ കൗൺസിലിംഗ് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഒരു കൗൺസിലിംഗ് നടക്കുകയാണെങ്കിൽ എത്ര പഴക്കമുള്ള എത്ര എന്താ പറയുക വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഏകദേശം എത്ര കൗൺസിലിംഗ് ഒക്കെ വേണ്ടി വരും അല്ലേ, എത്ര കൗൺസിലിംഗ് വേണ്ടി വരും? അപ്പോൾ സിറ്റിംഗ് കൊണ്ട് തന്നെ ചിലപ്പോൾ മാറാറുണ്ടോ? ഒറ്റ സിറ്റിംഗ് കൊണ്ടോ? അതെ, ഒറ്റ സിറ്റിംഗ് കൊണ്ട് മാറാറുണ്ടോ എന്ന് ചോദിച്ചാൽ പബ്ലിക്കിലേക്ക് പറയാൻ പറ്റിയ ഒരു ഒരു പരസ്യമൊന്നും അല്ല അത്. അതായത് ഒറ്റ സിറ്റിംഗ് കൊണ്ട് മാറിയത് നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. കാരണം ഈ OCD അനുഭവിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാറാനുള്ള ഒരു ധൃതി ഉണ്ടാവുമല്ലോ. അതെ 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 അതെ. അതായത് പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു സിറ്റിംഗ് മതിയോന്ന്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് 10 കൊല്ലം 15 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം 40 കൊല്ലം അല്ലെങ്കിൽ 2 വർഷം 4 വർഷം ഇത്രയൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംഭവത്തെ എന്താ പറയാന്ന് വെച്ചാൽ ഒറ്റ സിറ്റിംഗ് കൊണ്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അതത്ര സുഖകരമായ ശൈലിയല്ല. പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 15 വർഷത്തോളം പഴക്കമുള്ള ഒരു കേസ് ഒരു കൗൺസിലിംഗ് അത്തരം ഒരു വർഷം പഴക്കമുള്ള ഒരു പ്രശ്നം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഞാൻ ഒരേ ഒരു സിറ്റിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഒറ്റ സിറ്റിംഗ് കൊടുത്ത് ആൾക്ക് പൂർണ്ണമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് ഇനി ഞാൻ ആളുകളോട് പറയാൻ പറ്റുമോ എൻ്റെ അടുത്ത് ഒറ്റ സിറ്റിംഗ് നടത്തിയാൽ മതി പൂർണ്ണമായിട്ടും മാറും, ഇത് 100% മാറുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതേസമയം നമ്മൾ ആളുകളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. അഥവാ വസ്വാസം മാറണമെങ്കിൽ ഒന്നാമത്തെ കാര്യം 2 നിർദ്ദേശം ഞാൻ കൊടുക്കും. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണമെന്നാണ്. കൃത്യമായ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വേണ്ടി വരും അത് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അഥവാ ഓരോരുത്തരുടെയും പ്രശ്നത്തിൻ്റെ ഡെപ്തിനനുസരിച്ചാണ്. ചിലപ്പോൾ വർഷങ്ങൾ പഴക്കം ഉണ്ടാകും ചില ആളുകൾക്ക്. അങ്ങനത്തെ ആളുകൾക്ക് ഒറ്റ സിറ്റിംഗ് പോരാ. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ 2, 3, 4 അല്ലെങ്കിൽ ചിലപ്പോൾ 8, 10 സിറ്റിംഗ് വേണ്ടി വരും അവരുടെ പ്രശ്നത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചാണ്. ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക വെച്ചാൽ വർഷങ്ങളൊന്നും പഴക്കമില്ല, ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷമേ ഉള്ളൂ, പക്ഷേ ഡെൻസിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ വർഷം പഴക്കമുള്ള കേസുകളൊക്കെ ആകുമ്പോൾ എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ചാണ് ആൾക്ക് മാറ്റങ്ങൾ വരിക. അപ്പോൾ ഒരു സിറ്റിംഗ് അല്ലെങ്കിൽ 10 സിറ്റിംഗ് എന്ന് നമ്മൾ പറയാറില്ല. എത്രയാണോ സിറ്റിംഗ് ഒരാൾക്ക് ആവശ്യമായി വരുന്നതെങ്കിൽ അതിനനുസരിച്ചാണ് മാറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രത്തോളം ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ച്. അപ്പോൾ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു കൗൺസിലിംഗ് കഴിഞ്ഞാൽ അതിനിടയിൽ വലിയ ഗ്യാപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു സിറ്റിംഗ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര സന്തോഷവും ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ വരും. എനിക്ക് മാറും, മാറ്റിയെടുക്കാൻ പറ്റും, ഭയങ്കര ധൈര്യമൊക്കെ വരും. പക്ഷേ അതിൽ 2, 3, 4 ദിവസമൊക്കെ അതിന് ദൈർഘ്യം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കേസുകളാകുന്ന സമയത്ത് ഈ 3-4 ദിവസമാകുമ്പോഴേക്ക് രണ്ടാമത് വീണ്ടും റീചാർജ് ചെയ്യണം, അത് കഴിയുമ്പോഴേക്ക് വീണ്ടും റീചാർജ് ചെയ്യണം. അങ്ങനെ ചാർജ് കുറയുമ്പോഴേക്ക് റീചാർജ് ചെയ്ത് കുറച്ച് കൃത്യമായ രൂപത്തിൽ കൊണ്ടുപോയി ട്രാക്കിൽ കയറുന്നത് വരെ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാക്കിൽ കയറിയ പിന്നെ ടെൻഷനൊന്നുമില്ല. പിന്നെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അസുഖം മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ വസ്വാസിലൂടെ അസുഖം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ എല്ലാവരോടും കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഒന്നാമത്തെ കാര്യം കൃത്യമായ കൗൺസിലിംഗ് നിർബന്ധമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ, ഈ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല എഫേർട്ട് വേണം, ഒരു ഹാർഡ് വർക്ക് അവർ നടത്തണം. അതല്ല ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ കൗൺസിലിംഗ് നടത്തി എന്നതുകൊണ്ടായിട്ട് മാറ്റങ്ങൾ വരുന്നില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പരമാവധി അവർ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റിക്കോളന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയാം, 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ബാത്റൂമിൽ സമയം ചെലവഴിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോയി 4 മണിക്കൂർ ആൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഒറ്റയടിക്ക് നമുക്ക് 4 മിനിറ്റിലേക്കോ 3 മിനിറ്റിലേക്കോ ചുരുക്കാൻ പറ്റൂല. അത്തരം ഘട്ടങ്ങൾ എന്ത് ചെയ്യണം, അവർ അല്പാൽപമായിട്ട് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിന് അവരുടെ ഭാഗത്തുനിന്ന് കൂടെ പരിശ്രമം ഉണ്ടെങ്കിലാണ് അത് നടക്കുക. അങ്ങനെ ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ കൃത്യമായ കൗൺസിലിങ്ങും അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല പരിശ്രമം ഉണ്ടോ തീർച്ചയായും 100% ഇത് മാറ്റിയെടുക്കാൻ പറ്റും എന്നത് നമുക്ക് പറയാൻ പറ്റും. അത്രയും നമുക്ക് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൗൺസിലിംഗ് കൃത്യമായി കൊണ്ടുപോകണം എന്നതാണ്. കൗൺസിലിങ്ങിൽ നമുക്ക് വ്യത്യസ്തമായ കൗൺസിലിംഗ് സാധാരണ നോർമൽ സംസാരിച്ചുകൊണ്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ മറ്റു ചില തെറാപ്പികളൊക്കെ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. തെറാപ്പികൾ അതായത് OCD അനുഭവിക്കുന്നവരുടെ ആ പീക്ക് ലെവലിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ ഗ്രാജുവലി ആയിട്ട് ഇങ്ങനെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവസാനം അവരെ നോർമലൈസ് ചെയ്യാം. യെസ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരണമെങ്കിൽ അതിന് ഓരോ ഘട്ടങ്ങളിൽ കൗൺസിലിംഗ് സാധാരണ നോർമൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടടുത്ത് അത് കൊടുക്കണം. ചിലപ്പോൾ ചില ആളുകൾക്ക്
ചില ഘട്ടങ്ങൾ എത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സാധാരണ ശൈലിയിൽ കൊടുക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് CBT തെറാപ്പിയാണ്. CBT തെറാപ്പി കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ CBT തെറാപ്പി എന്ന് പറയുന്നത് കോഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ്. അപ്പോൾ അവരെ ഈ പറയപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ഗ്രാജ്വലി അല്പാൽപമായിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു ശൈലി. അതിന് നമ്മൾ ചില പ്രത്യേക മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ CBT തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചില ഘട്ടങ്ങളിൽ ചില ആളുകൾക്ക് ERP തെറാപ്പി നമ്മൾ കൊടുക്കേണ്ടി വരും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ERP തെറാപ്പി അത് കൊടുക്കുന്നതോടുകൂടെ തന്നെ ചില ആളുകൾക്ക് എന്ത് വേണ്ടി വരും? NLPയുടെ ആക്ടിവിറ്റീസുകൾ കൊടുക്കേണ്ടി വരും. NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ NLPയുടെ ചില തെറാപ്പികൾ ആക്ടിവിറ്റീസുകളൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെയും ചിലത് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും എല്ലാം കൊടുക്കുക എന്നല്ല, ഓരോരുത്തർക്ക് എവിടെയാണോ കൊടുക്കേണ്ടതെങ്കിൽ അവിടെ അത് നമ്മൾ കൊടുക്കും. എന്ന പോലെ പല ആളുകൾക്കും നമ്മൾ ഹിപ്നോ തെറാപ്പി അഥവാ ഹിപ്നോ തെറാപ്പി സംഭവം കൊടുക്കും. ഈ ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. ഹിപ്നോട്ടിസം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരാളുടെ മനസ്സിലുള്ളത് മുഴുവനും രഹസ്യങ്ങൾ ചോർത്തിരിക്കാം. അതൊക്കെ ചില തെറ്റിദ്ധാരണകളാണ്, പണ്ട് മുതലേ നമ്മൾ കേട്ടുപോരുന്ന തെറ്റിദ്ധാരണ. പക്ഷേ ഇവിടെ നമുക്ക് ശരിയായ രൂപത്തിൽ അവരുടെ മൈൻഡിൽ ഉള്ളിൽ കിടക്കുന്ന അഥവാ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ചില മെസ്സേജുകൾ എടുത്ത് മാറ്റാൻ പറ്റാത്തത് ചില ആളുകൾക്ക് ഇത് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ അവരുടെ ബോധ മനസ്സിനെ ഉറക്കിക്കിടത്തി അഥവാ കോൺഷ്യസ് മൈൻഡിനെ ഉറക്കിക്കിടത്തി ഉപബോധ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവ് ചിന്തകളെയും മറ്റുമൊക്കെ എടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന ചില മെത്തേഡാണ് ഹിപ്നോ തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലൂടെ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് എന്ന് ചുരുക്കം. അതേസമയം ചില ആളുകൾക്ക് നമ്മൾ ആത്മീയമായിട്ട് ചില ഓതാനും ചൊല്ലാനും അതുപോലെ ചില കാര്യങ്ങളൊക്കെ ആത്മീയ ചികിത്സകളുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അതും ചെയ്തു കൊടുക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ്. ഈ പറഞ്ഞ വസ്വാസ് മാറ്റിയെടുക്കാൻ എന്താണ് മാർഗം? അതിനുള്ള മാർഗമാണ് നമ്മൾ പറഞ്ഞ കൃത്യമായ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാം. ഈ കൗൺസിലിങ്ങിലൂടെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതൊന്നും ഒരു നിലക്കും എഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും കൂടുതൽ അത് ഓവർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു വയലൻ്റ് ആകുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ തീരെ പറ്റാത്ത അവസ്ഥയിലേക്ക് അങ്ങനെ ഡിസോർഡർ അവസ്ഥയിലേക്ക് ഒരു പരിധിയിലപ്പുറത്തേക്ക് വരുന്നതിന് മാത്രമേ യഥാർത്ഥത്തിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതുള്ളൂ എന്നതാണ് നമ്മുടെ അഭിപ്രായം. മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ മരുന്ന് കഴിക്കണം. പക്ഷേ എല്ലാത്തിനെയും പോയിട്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക.